ഇന്ത്യയും ബ്രസീലും തമ്മിൽ വളരെ സുപ്രധാനപ്പെട്ട ഒരു കരാറ് ഒപ്പുവച്ചിരിക്കുകയാണ്. അതായത് 2026 ഫെബ്രുവരി 21 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബ്രസീൽ പ്രസിഡന്റ് ലൂയിസ് ഇനാസിയോ ലുല ഡാ സിൽവയും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയുടെ ഭാഗമായിട്ട് വളരെ സുപ്രധാനപ്പെട്ട ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അടുത്ത 5 വർഷത്തിനുള്ളിൽ $20 ബില്യൺ വ്യാപാരം വർദ്ധിപ്പിക്കുക, അല്ലെങ്കിൽ $20 ബില്യൺ വ്യാപാരം എത്തിക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം. ഇതിൽ നിർണായകമായിട്ടുള്ള ധാതുക്കൾ, ഡിജിറ്റൽ പങ്കാളിത്തം, ഖനനം എന്നീ മേഖലകളിലെ സുപ്രധാനപ്പെട്ട കരാറുകൾ ഉണ്ടാവും. രണ്ട് രാജ്യങ്ങളെയും ഹൈടെക് സഖ്യത്തിലേക്ക് നയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ പുതിയ ഇന്ത്യ ബ്രസീൽ കരാർ അനുസരിച്ച് അപൂർവ ധാതുക്കളുടെ ഖനനം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതായത് റെയർ എർത്ത് മിനറൽസ് ഖനനം ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ അപൂർവ ധാതു ശേഖരം ബ്രസീലിനുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയും ബ്രസീലും തമ്മിലുള്ള സഹകരണം വളരെ പ്രധാനമാണ്. ഇന്ന് നമ്മൾ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറയുന്നത് പോലെ ഇന്ന് ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള സകല കാര്യങ്ങൾക്കും അപൂർവ ധാതുക്കൾ ആവശ്യമാണ്. മാത്രമല്ല ബാറ്ററി ഉൽപ്പാദിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ലിഥിയം, കൊബാൾട്ട് ഇവയൊക്കെ തന്നെ ധാരാളം ബ്രസീലിൽ നിക്ഷേപമുണ്ട്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഖനനം, ആ നിക്ഷേപങ്ങളിൽ ഖനനാനുമതി നേടിയെടുക്കുക എന്ന് പറയുന്നത് ഇന്ത്യയെ പോലെ മാനുഫാക്ചറിംഗ് രംഗത്ത് ഒരു മേജർ പവർ ആകാൻ ശ്രമിക്കുന്ന ഒരു രാജ്യത്തിന് വളരെ പ്രധാനമാണ്. ഭാവിയിലേക്കുള്ള ഡിജിറ്റൽ പങ്കാളിത്തമാണ് ഇന്ത്യയും ബ്രസീലും തമ്മിലുള്ള ഇപ്പോൾ പുതിയതായിട്ട് രൂപപ്പെട്ടിരിക്കുന്ന കരാറിലെ രണ്ടാമതുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇന്ത്യയുടെ ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ, അതായത് UPI, ആധാർ തുടങ്ങിയ സംവിധാനങ്ങളുമായിട്ട് ബ്രസീൽ സഹകരിക്കുമെന്ന് വെച്ചാൽ ബ്രസീലിലും ഇതേ മാതൃകയിൽ, UPI മാതൃകയിലും ആധാർ മാതൃകയിലുമുള്ള ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഇന്ത്യ ബ്രസീലിനെ സഹായിക്കും. AI ടെക്നോളജിയിൽ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സൂപ്പർ കമ്പ്യൂട്ടർ, അർദ്ധജാലകങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിലും ഗവേഷണത്തിലും ഇരു രാജ്യങ്ങളും പരസ്പരം സഹകരിക്കും. എഥനോൾ മിശ്രിതം മുതൽ ഗ്രീൻ ഹൈഡ്രജൻ വരെയുള്ള ഹരിത ഊർജ മേഖലകളിലും രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം വർദ്ധിപ്പിക്കും. ഇന്ത്യയും ബ്രസീലും ബ്രിക്സിന്റെ ഭാഗമാണ്, G20യുടെ ഭാഗമാണ്. അതുപോലെ തന്നെ UN രക്ഷാസമിതിയിലെ സ്ഥിരാംഗങ്ങളാകാനായിട്ട് ആഗ്രഹിക്കുന്ന G4 മെമ്പേഴ്സിൽ പെടുന്ന രാജ്യം കൂടിയാണ് ബ്രസീൽ. അതുകൊണ്ട് തന്നെ ഇന്ത്യയും ബ്രസീലും തമ്മിലുള്ള സഹകരണത്തിന് വലിയ സാധ്യതകളുണ്ട്. G4 എന്ന് പറയുന്നത് കഴിഞ്ഞ 10-20 വർഷമായിട്ട് ഇന്ത്യ, ബ്രസീൽ, ജപ്പാൻ, ജർമ്മനി ഈ 4 രാജ്യങ്ങളും ചേർന്ന് നയിക്കുന്ന ഒരു സഖ്യമാണ്. UN സെക്യൂരിറ്റി കൗൺസിലിൽ പെർമനന്റ് മെമ്പറാകാൻ ഞങ്ങൾക്കും അർഹതയുണ്ട് എന്ന് പറയുന്ന 4 രാജ്യങ്ങൾ. അപ്പോൾ അതിൽ പെടുന്ന 2 രാജ്യങ്ങളാണ് ഇന്ത്യയും ബ്രസീലും. സോ നമ്മൾ തമ്മിലുള്ള സഹകരണം ഓൾറെഡി നമ്മുടെ ബ്രിക്സിനകത്തുണ്ട്, G4-ലുണ്ട്, അതോടൊപ്പം തന്നെ G20-ലുണ്ട്. അപ്പോൾ വിവിധ പ്ലാറ്റ്ഫോംസിൽ ഓൾറെഡി ഇന്ത്യയും ബ്രസീലും തമ്മിലുള്ള സഹകരണമുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിപ്പമുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ബ്രസീൽ, വളരെ വലിയ രാജ്യങ്ങളിൽ ഒന്നാണ്. മാത്രമല്ല നേരത്തെ പറഞ്ഞ പോലെ അപൂർവ ധാതുക്കളൊക്കെ ധാരാളമുള്ള രാജ്യമാണ്. ഈ സൗത്ത് അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ ശക്തിയാണ് ബ്രസീൽ. അതേസമയത്ത് ബ്രസീലിനെ ഒരു സൈനിക ശക്തിയായിട്ട് വളരാതിരിക്കാൻ അമേരിക്ക എല്ലായ്പ്പോഴും അവരെ അതിന് അനുവദിക്കാതെ ഒതുക്കി നിർത്തുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ബ്രസീലും ഒരു മേജർ പവറായിട്ട് വളർന്നു വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ഇൻഡിപെൻഡന്റ് ഫോറിൻ പോളിസി വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അവിടെയാണ് അവർ ഇന്ത്യയുമായിട്ടുള്ള സൗഹൃദം കൂടുതൽ പ്രാധാന്യത്തോടെ കാണുന്നത്. ബ്രസീൽ പ്രസിഡന്റ് ഇന്ത്യയെ ഡിജിറ്റൽ സൂപ്പർ പവർ എന്നാണ് വിശേഷിപ്പിച്ചത്. അത് ഡിജിറ്റൽ രംഗത്ത് ഇന്ത്യ കൈവരിച്ച അതിശയിപ്പിക്കുന്ന പുരോഗതിക്കുള്ള ഒരു അംഗീകാരമാണ്. ഇന്ത്യ ഒരു പൊട്ടൻഷ്യൽ സൂപ്പർ പവറായിട്ട് നിലവിൽ ലോക രാജ്യങ്ങളെല്ലാം തന്നെ അംഗീകരിക്കുന്നുണ്ട്, കാണുന്നുണ്ട്. ഇന്നത്തെ ലോകക്രമം നിശ്ചയിക്കുന്നതിൽ അമേരിക്കയും ചൈനയും ഒരു പരിധിവരെ റഷ്യയും കഴിഞ്ഞിട്ടാണ് ഇന്ത്യയുടെ ഒരു പൊസിഷനെങ്കിൽ ഭാവിയിൽ ഇന്ത്യ ഒരു മേജർ സൂപ്പർ പവർ ആണ് എന്ന് ആകുമെന്ന് ലോകത്തെ ഒട്ടുമിക്ക രാജ്യങ്ങളും കരുതുന്നുണ്ട്. അതുകൊണ്ടാണ് യൂറോപ്യൻ യൂണിയനിലെ പ്രതിനിധികൾ തന്നെ വന്നപ്പോൾ ഫ്യൂച്ചർ സൂപ്പർ പവർ എന്ന് ഇന്ത്യയെ വിശേഷിപ്പിച്ചത്. അപ്പോൾ ഇവിടെ ഇന്ത്യ ബ്രസീൽ റിലേഷൻ ബ്രസീലിന് സഹായകരമാണ്, തർക്കമൊന്നുമില്ല. പക്ഷേ ബ്രസീലിനേക്കാൾ കൂടുതൽ ഇന്ത്യക്ക് വളരെയധികം സഹായകരമായിരിക്കും. ഒരു വൻ ശക്തിയാകാൻ സാമ്പത്തിക ശക്തിയും വിഭവ സുരക്ഷയും വളരെ അത്യാവശ്യമാണ്. ഇപ്പോൾ ചൈന എങ്ങനെയാണ് ഇന്ന് ഒരു മേജർ പവറായിട്ട് മാറിയത്? സപ്ലൈ ചെയിൻ്റെ കൺട്രോൾ മാത്രമല്ല, ഈ അപൂർവ ധാതുക്കളുടെ അടക്കം മെജോറിറ്റി ഇന്ന് കൺട്രോൾ ചെയ്യുന്നതും ഉൽപ്പാദിപ്പിക്കുന്നതും ചൈനയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു വൻ ശക്തി ആകണമെങ്കിൽ സാമ്പത്തിക ശക്തി ആവുക എന്നതിനോടൊപ്പം വിഭവ സുരക്ഷ ആവശ്യമാണ്. ഇനി സാമ്പത്തിക ശക്തി ആകണമെങ്കിലും വിഭവ സുരക്ഷ വളരെ അത്യാവശ്യമാണ്. ബ്രസീലിനെ പോലെ വിഭവങ്ങൾ ധാരാളമുള്ള ഒരു രാജ്യവുമായിട്ടുള്ള പങ്കാളിത്തം ഇന്ത്യക്ക് അത് ഉറപ്പു നൽകുകയാണ്. പ്രതിരോധ സംവിധാനങ്ങൾക്കും പുനരുപയോഗ ഊർജത്തിനും ആവശ്യമായ അസംസ്കൃത വസ്തുക്കളുടെ കാര്യത്തിൽ ചൈനയുടെ ഒരു കുത്തക തന്നെയുണ്ട്. അത് തകർക്കാൻ ബ്രസീലുമായിട്ടുള്ള സഹകരണം അല്ലെങ്കിൽ ബന്ധം
ഇന്ത്യയെ സഹായിക്കും. ഇത് ആത്മനിർഭർ ഭാരത് എന്ന് പറയുന്ന നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള ഒരു വലിയ ചുവടുവയ്പ്പാണ്. സൗത്ത് ഏഷ്യയിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യ. അതുപോലെ തന്നെ ലാറ്റിൻ അമേരിക്കയിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയാണ് ബ്രസീല്. അപ്പോൾ ഈ രണ്ട് വികസ്വര രാഷ്ട്രങ്ങളുടെയും ഒന്നിച്ചുള്ള മുന്നോട്ടുള്ള പ്രയാണം തീർച്ചയായിട്ടും വികസ്വര രാജ്യങ്ങളെ കൂടുതൽ ശക്തമായിട്ട് മാറ്റുന്നതിന് കാരണമാകും. പടിഞ്ഞാറൻ രാജ്യങ്ങൾക്കോ ചൈനയ്ക്കോ കീഴിലല്ലാതെ ഒരു സ്വതന്ത്ര ശക്തിയായിട്ട് മാറാൻ ഇന്ത്യ ഇത് സഹായിക്കും. ഇന്ത്യ ഒരു മാനുഫാക്ചറിംഗ് പവർ ആവാൻ തയ്യാറെടുക്കുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള വിഭവങ്ങൾ ബ്രസീലിന്റെ പക്കലുണ്ട്. ബ്രസീലുമായിട്ടുള്ള സഹകരണത്തിലൂടെ നമുക്കത് ഉറപ്പുവരുത്താൻ കഴിയും. ഇതിന് പകരമായിട്ട് ബ്രസീൽ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും ഒന്ന് കച്ചവടം തന്നെയാണ്, രണ്ട് ഇന്ത്യയുടെ ഡിജിറ്റൽ സാങ്കേതിക വിദ്യ ബ്രസീലിന് ആവശ്യമുണ്ട്. അപ്പൊ ഇതൊരു വിൻ വിൻ പങ്കാളിത്തമായിട്ടാണ് കാണുന്നത്. രണ്ട് ഭൂഖണ്ഡങ്ങളിലെ പ്രധാന ശക്തികൾ ഒന്നിച്ച് എല്ലാ മേഖലകളിലും പരസ്പരം രണ്ടു കൂട്ടർക്കും ഗുണം കിട്ടുന്ന രീതിയിൽ സഹകരിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു തന്ത്രപ്രധാനമായ സുപ്രധാനമായ ഒരു തീരുമാനമോ കരാറോ ആയിട്ട് നിലവിലെ ഈ നീക്കങ്ങളെ നമുക്ക് കാണാം. ബ്രസീല് പോപ്പുലേഷന്റെ കാര്യത്തിൽ ഇന്ത്യയേക്കാൾ വളരെ ചെറുതാണ്, എന്നാൽ വലിപ്പത്തിന്റെ കാര്യത്തിലോ ഇന്ത്യയേക്കാൾ ഏറെ മുന്നിലുമാണ്. ബ്രസീലിനൊരു ലോകത്തെ പ്രധാനപ്പെട്ട ഒരു സൈനിക ശക്തിയോ അല്ലെങ്കിൽ ഒരു സാമ്പത്തിക ശക്തിയോ ആയി മാറാനുള്ള അവസരമുണ്ട്. പക്ഷെ ചൈനയെ മറികടന്നോ അല്ലെങ്കിൽ ചൈനയ്ക്കൊപ്പമോ മറ്റൊരു മാനുഫാക്ചറിംഗ് പവറോ അല്ലെങ്കിൽ ചൈനയെ പോലെ ഒരു പവറോ ആകാനുള്ള പൊട്ടൻഷ്യൽ ബ്രസീലിനില്ല, ഇന്ത്യക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യയും ബ്രസീലും തമ്മിലുള്ള സൗഹൃദവും പങ്കാളിത്തവും ബ്രസീലിന് ഗുണം ചെയ്യുമെങ്കിലും അതിനേക്കാൾ ഏറെ നമുക്കത് ഗുണം ചെയ്യും. പ്രത്യേകിച്ച് ഒരു മാനുഫാക്ചറിംഗ് പവറായിട്ട് മാറ്റാൻ ഈ ഒരു സഹകരണം നമ്മളെ സഹായിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.